Hello. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇല്ലേ, നമ്മൾ മിന്ത്ര എന്നുള്ള കുറച്ച് കോഡ് സെറ്റ്സ് കാണിക്കുന്ന വീഡിയോ കേട്ടോ. എനിക്കറിയാം കുർത്ത സെറ്റ്സിനോടും കോഡ് സെറ്റ്സിനോടൊക്കെ നിങ്ങൾക്കുള്ള ഇഷ്ടം. ഇവൻ കോളേജിൽ പോണവരാണെങ്കിലും ഓഫീസിൽ പോണവരാണെങ്കിലും ഒക്കെ എഫേർട്ട്ലെസ്ലി സ്റ്റൈൽ ചെയ്യാനായിട്ട് കോഡ് സെറ്റ്സ് ഭയങ്കര നല്ലതാട്ടോ. ഇവൻ എനിക്കും ഇഷ്ടം. നമ്മൾ ബിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓരോന്ന് പെയർ ചെയ്തൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല. അതിന് പകരമായിട്ട് നമ്മൾ കോഡ് സെറ്റ് എടുത്തിട്ട് ഒരു ഫുഡ് വെയറും ഒരു ബാഗും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് കോഡ് സെറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്തേക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. ഇത്രയും കോഡ് സെറ്റ്സ് ആണ് കേട്ടോ നമുക്കുള്ളത്. കൊള്ളാം. പല പല കളേഴ്സ്, പല പല പാറ്റേൺസ്, പല പല സ്റ്റൈൽസ് സാധനങ്ങളാണ് നമ്മുടെ കയ്യിരിക്കണം. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഞാനും കാണാനായിട്ട് പോകണേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഏത് ഓപ്പൺ ചെയ്യണം? ഇത് ഓപ്പൺ ചെയ്യാം. വേറെ ഒന്നും അല്ല കേട്ടോ, എനിക്ക് ഈ പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഹാർട്ട് ഷേപ്പിൻ്റെ പ്രിൻ്റാണ് വന്നേക്കുന്ന, ഒരു എസ്തെറ്റിക്കൽ ഫീലൊക്കെയുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ എന്താ പറയുക, ഞാനിത് കണ്ടപ്പോൾ മേടിക്കാൻ കാരണം തന്നെ ഈ ഒരു ഹാർട്ട് എംബ്രോയിഡറി അന്ന് കണ്ടുകൊണ്ടാട്ടോ. അതുപോലെ തന്നെയാണ് ഞാൻ പ്രിൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ചത് കയ്യിൽ കിട്ടാൻ നേരത്ത്. പക്ഷേ എംബ്രോയിഡറി ചെയ്തേക്കണ പ്രോപ്പറായിട്ടുള്ള ഫാബ്രിക്കിലാണ് ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ. പിന്നെ പാൻസ് ഒക്കെ ആണെങ്കിലും രസമുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ ബാക്കിൽ എലാസ്റ്റിക് വന്നിട്ട് ഫ്രണ്ടിൽ ഈ ഒരു ബെൽറ്റ് പാറ്റേൺ വരുന്ന പാൻസ് ഇഷ്ടമാണ്. കാരണം നല്ല ഫിറ്റിലിരുന്നോളും. അതുപോലെ തന്നെ ഈ പാൻസിൻ്റെ എഡ്ജിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കഫ് ചെയ്തേക്കണ പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ പാട്ടിയാല പാൻ്റ് ആട്ടോ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ തന്നെ. നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ്. ഇത്തിരി കട്ടിയുള്ള മെറ്റീരിയൽ ആട്ടോ, ഓവർ സീ ത്രൂ ഒന്നും അല്ല. ഇവൻ ടോപ്പാണെങ്കിലും നമുക്ക് നോക്കാം. ടോപ്പും അതേ സെയിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ഓൾസോ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗാണ് വന്നേക്കുന്നത്. ഇവൻ കൈ ആണെങ്കിലും മടക്കി വെച്ചേക്കുന്ന ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. പിന്നെ വീനെക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഫാനല്ല കേട്ടോ ഭയങ്കര വീനെക്കിൻ്റെ. എനിക്ക് ഇത്തിരി വൈഡ് ആയിട്ടുള്ള നെക്സാണ് ഇഷ്ടം ക്ലോസ് നെക്കിനെക്കാളും. അതുകൊണ്ട് ഇത് ഇത്തിരി ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ താഴത്തെ പോർഷനിൽ വന്നിട്ട് ഒരു കർവ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആട്ടോ. സാറിന് നമുക്ക് കുർത്തയ്ക്ക് സ്ട്രെയിറ്റ് കട്ട വരാറ്, പക്ഷെ ഇതിനൊരു കർവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള പീസാട്ടോ. നിങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോൾ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, ഫ്രണ്ട്സിനോട് ബ്രഞ്ചിന് പോകുമ്പോൾ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, കോളേജിലേക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. നല്ലൊരു റെഡ് കളർ ബാഗോ റെഡ് കളർ ഫുഡ് വെയറോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് നമുക്ക് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഡ് സെറ്റ് ആട്ടോ ഇത്. നെക്സ്റ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. മെറ്റീരിയൽ നല്ല സുഖമുണ്ട് കേട്ടോ. കയ്യിലൊക്കെ എടുത്തപ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അനൈന എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആട്ടോ. മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ള. ഇത് ശരിക്കും ഇത് സമ്മറിൽ ഇടാൻ വേണ്ടി കിടിലനായിരിക്കും. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ. എനിക്ക് മൽക്കോട്ടൻ്റെ ഒക്കെ ഒരു ഫീൽ ചെയ്യണം കയ്യിൽ പിടിച്ചപ്പോഴത്തേക്കും. കണ്ടോ, നല്ല ബ്ലൂയിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പിങ്ക് ഒരു നല്ല ഡിസൈൻ വന്നിട്ടുള്ള ഒരു പാൻസ് ആട്ടോ ഇതിന് തന്നെ. എനിക്ക് ആദ്യം കയ്യിൽ പാൻസ് ആണ് കിട്ടണത്. പക്ഷേ എന്തൊരു ഫീൽ എന്നറിയോ, ചിലപ്പോൾ ഇത് കളർ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് ചില മെറ്റീരിയൽ പിടിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരു ഒട്ടലുണ്ടാവും നമുക്ക്. അതുപോലെ ചെറിയ ഒട്ടലുണ്ട്, കളർ പോകാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വാഷ് ചെയ്ത് ഞാൻ അപ്ഡേറ്റ് എന്തായാലും പറയാമേ. ഇത് നല്ലൊരു എന്താ പറയുക സ്ട്രെയിറ്റ് പാൻസ് വന്നിട്ടുള്ളത് കേട്ടോ. പലാസോ ഒന്നും അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാൻസ് അതിന് വന്നിട്ടുള്ളത്. ഇവൻ ഈ ടോപ്പാണെങ്കിൽ കൂടി നല്ല ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇത് കണ്ടോ, ഫുൾ സ്ലീവ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ബട്ടനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കൂടി ലൗഞ്ച് വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം. ഇവൻ നിങ്ങൾക്ക് പുറത്തേക്ക് സ്റ്റൈൽ ചെയ്യാം, ഓഫീസിലിടാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ടോ. കാരണം ഭയങ്കര ബേസിക് ആയിട്ടുള്ള കോഡ് സെറ്റാണ്. അത് മാത്രമല്ല ഒരു ഫോമൽ ലുക്ക് എവിടെയൊക്കെയോ വരണുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇത് കണ്ടോ, നല്ല ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൻ ബ്രൗൺ ടോട്ടിൻ്റെ കൂടെയൊക്കെ നല്ല രസം ഉണ്ടാവും ഇത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഒരു ബ്രൗൺ ഫ്ലാറ്റ്സും ബ്രൗൺ ടോട്ടൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഓഫീസിലേക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇത്. ശരിക്കും സമ്മറിൽ അടിപൊളിയാണ്. കാരണം അത്രയും ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് അതിന് വന്നിട്ടുള്ളത്. ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ആ ഒരു വി കട്ട് പോലെ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇവൻ സ്ലീവ് ആണെങ്കിലും ഇവിടുത്തെ പോർഷനിലില്ല, നമ്മുടെ ഇവിടെ സ്ലീവിൻ്റെ എഡ്ജിൽ വന്നിട്ട് ഇത്തിരി കട്ടിയുള്ള കട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇവിടെയൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫാബ്രിക്, ലൈനിങ് ഇല്ല. എന്നാൽ കൂടി എനിക്ക് ഇങ്ങനത്തേതായിട്ട് ഇഷ്ടം. കാരണം ബ്രീത്തബിൾ ആയിട്ടുള്ള ഷേപ്പിൽ കിടക്കുന്ന ടൈപ്പ് ഓഫ് കോഡ് സെറ്റാണ്. നിങ്ങൾക്കിത് പല ടൈപ്പ് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. കളർ കണ്ട് മാത്രം മേടിച്ച ഒരു കോഡ് സെറ്റ് ആട്ടോ ഇത്. ഉണ്ടോ, നല്ലൊരു ഷെയ്ഡാട്ടോ. നമ്മുടെ മിന്ത്രയിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡായിരുന്നു, പക്ഷെ കയ്യിൽ വന്നപ്പോഴത്തേക്കും അത്രയും ഡാർക്ക് അല്ല. എന്നാൽ കൂടി നമ്മൾ കോഡ് സെറ്റിൻ്റെ ഫാബ്രിക്
അങ്ങനത്തെ ഒരു ഫാബ്രിക്. കാരണം ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത്. ഇതിന് കോളർ വന്നിട്ടുണ്ട്, ഇത് കണ്ടോ, കോളർ വന്നിട്ടുണ്ട്. ഓൾസോ ഇത് കണ്ടോ, മടക്കി വെച്ചേക്കണ പോലത്തെ ഒരു ഡീറ്റെയിലിങ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ബട്ടൺസ് ഇല്ല കേട്ടോ, പകരം സ്റ്റിച്ച്ഡ് ആണ്. നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഷർട്ട് ട്യൂണിക്കിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്രസ്സായിട്ട് മാത്രം സ്റ്റൈൽ ചെയ്യാം കേട്ടോ. കാരണം വേറെ വലിയ വെട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ചെറിയൊരു ഇല്ല സ്ലിറ്റ് ഇല്ല കേട്ടോ, വെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉടുപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഭയങ്കര ഈ ഇങ്ങനെ ലൂസായിട്ട് ഇപ്പോൾ ഞാൻ ഇട്ടേക്കണില്ല, അതുപോലെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന പാൻസ് സ്ട്രെയിറ്റ് കട്ട് പാൻസ് ആണ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് ആണ് വേസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നല്ലൊരു കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കോളറിൻ്റെ പേരറിയാവുന്നവരെന്ന് പറയട്ടെ, ഞാൻ മറന്നു ഇതിൻ്റെ കോളറിൻ്റെ പേരെന്താണെന്നുള്ളത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതുണ്ടോ, ഒരു 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. രസമുണ്ട് ഓവറോൾ കാണാനായിട്ട്. നമുക്ക് ബേസിക് ആയതുകൊണ്ട് തന്നെ ആക്സറി ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇവൻ ഓഫീസ് വെയർ ആയിട്ട് അടിപൊളിയാണ്, കോളേജിൽ പോകാൻ അടിപൊളിയാണ്, ചുമ്മാ പുറത്തേക്കൊന്ന് കാഷ്വലായിട്ട് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയാണ്, ഗ്രോസറി റണ്ണൊക്കെ പോകാനായിട്ട് അടിപൊളിയാട്ടോ. ഇവൻ ലൗഞ്ച് വെയർ ആയിട്ട് വീട്ടിൽ കൂടി ഇടാനും നല്ലതാണ്. നല്ലൊരു ഫാബ്രിക് ആട്ടോ. ഇത് കോട്ടൺ അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് ഉള്ള ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ചൂടത്ത് കുറച്ച് ചൂടുണ്ടാവും, പക്ഷെ ലൈനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഇടാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഷെയ്ഡല്ലേ. ഒരിടയ്ക്ക് മിന്ത്രയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നിട്ടുള്ള കോഡ് സെറ്റ് ആട്ടോ ഇത്. എവിടെ നോക്കിയാലും ഇതായിരുന്നു. ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ പേജിൽ നോക്കിയാൽ കാണുന്ന ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഞാനും ഓർത്തു ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മേടിക്കുക എന്നുള്ളത്. വന്നേക്കണ ഒരു ഗ്രീനും ഓറഞ്ചും ഗ്രേയും എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. പക്ഷേ ഓവറോൾ വരുമ്പോഴത്തേക്കും ഷർട്ടും പാൻസും ആണ് കേട്ടോ. ഷർട്ടും പാൻസും ആണ്. നമ്മൾ കോഡ് സെറ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പാറ്റേണും ഇത് തന്നെയാണ്, ഷർട്ടും പാൻസും. അതാകുമ്പോൾ നമുക്ക് ഓഫീസിലേക്ക് വിടാം. എനിക്ക് തോന്നുന്നു കോഡ് സെറ്റ്സ് കൂടുതലും ഓഫീസിലേക്ക് അപ്രോപ്രിയേറ്റ് ആട്ടോ. ഇത് കണ്ടോ, ഇതിന് ഫുൾ ബട്ടൺ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ബട്ടനാണ് ഇനി വന്നിട്ടുള്ളത്. ഗോൾഡനും ബ്ലാക്കും കൂടി ബട്ടനൊക്കെ വന്നിട്ടുണ്ട്. മെറ്റീരിയൽ ആണെങ്കിലും കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ അല്ല. ഇങ്ങനെ എഴാകുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. നിങ്ങൾക്ക് ഇത് ഇട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവട്ടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഇത് കണ്ടോ, ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ പോലെ തന്നെ വന്നിട്ടുള്ള പ്രോപ്പർ ഒരു ഷർട്ട്, കോളറൊക്കെ ഉള്ള ഒരു പ്രോപ്പർ ഷർട്ട്, അതിനൊരു പാൻസ് കൊടുത്തേക്കുന്ന പോലെ ആട്ടോ ഇതിൻ്റെ സ്റ്റൈൽ വന്നിട്ടുള്ള. പിന്നെ ഒരു വള്ളി വന്നിട്ടുണ്ട്, അത് എവിടെ ഇടാനായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വള്ളി എവിടെ ഇടാനെന്ന് അറിയില്ല കേട്ടോ. കാരണം ഷർട്ടിൽ വന്നിട്ട് ലൂപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ഇതിലും ഇല്ല ലൂപ്പും കാര്യങ്ങളും. പിന്നെ എന്തിനാണ് ഈ ബെൽറ്റ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നോക്കാം എങ്ങനെയെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ബെൽറ്റിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം കേട്ടോ. ഗോൾഡൻ ആക്സറീസ് ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ആയിരിക്കും. ഫ്ലാറ്റ്സിൻ്റെയോ ഹീൽസിൻ്റെ കൂടെ ഇടാം. എനിക്ക് തോന്നുന്നു കോഡ് സെറ്റ്സിന് കൂടുതലും അതിങ്ങനത്തെ ഷർട്ട് പാറ്റേൺ ഒക്കെ വരുവാണെങ്കിൽ നല്ലത് ഹീൽസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണമായിരിക്കും കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ഫ്ലാറ്റ് ഒക്കെ ഇടുവാണെങ്കിൽ ഒരു ലോഞ്ച് വെയറിൻ്റെ ലുക്കേ കിട്ടുള്ളൂ. പകരം നിങ്ങൾ ഹീലൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടാനായിട്ട് ഭയങ്കര നല്ലതാട്ടോ. കാഷ്വൽ ആയിട്ടൊക്കെ ഇടാനായിട്ട് നല്ലൊരു കോഡ് സെറ്റ് ആണ് ഇത്. ഞാൻ ഭയങ്കര റയറായിട്ടാട്ടോ യെല്ലോ ഷെയ്ഡ് ചൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അതെ ഒരു യെല്ലോ കോഡ് സെറ്റ് ആണ് ഇത്. നോക്കട്ടെ എന്ത് ടൈപ്പാണ്, ഷർട്ടാണോ. സ്ട്രെയിറ്റ് കട്ട് പാൻസ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടി ഫ്ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഫ്ലെയർ ഉണ്ട്. എന്നാൽ തന്നെ സ്ട്രെയിറ്റ് കട്ട പലാസോടെ അടുത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ ടോപ്പ് വന്നിട്ട് ഇത് കൊള്ളാം കേട്ടോ. സ്ലീവ്ലെസ് ആണേ. സ്ലീവ് നിങ്ങൾക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടോ നോക്കട്ടെ. സ്ലീവ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് പക്ക സ്ലീവ്ലെസ് ആയിട്ടുള്ള കോഡ് സെറ്റ് ആട്ടോ. ഇതിങ്ങനെ തന്നെ ഇടണ ഇതിൻ്റെ ഭംഗി എന്ന് തോന്നുന്നു. നല്ലൊരു ലൈറ്റ് ബട്ടർ യെല്ലോ ഷെയ്ഡിലായിട്ട് വന്നേക്കണം. ബട്ടർ യെല്ലോ കാലം കുറച്ചും കൂടി ഡാർക്കാണ്. ഇത് കണ്ടോ, നല്ലൊരു വീനെക്ക് വന്നിട്ടുണ്ട്. സ്ലീവ്ലെസ് പാറ്റേൺ ആണ്. ഓൾസോ നമ്മളുടെ ഈ ഒരു ടോപ്പിന് നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ലേ ഇവിടെ നിന്ന് വരുന്ന ഒരു നെക്ക്. ആ നെക്ക് വന്നിട്ട് കോഡ് സെറ്റിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. അതുപോലെ ഒരു ഐറ്റാണ് ഇത്. കുറച്ച് ഇവിടെ നിന്നാട്ടോ സ്ലീവ്ലെസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഹോൾട്ടർ നെക്ക് എന്നാട്ടോ ഇത് പറയണേ. ആ ഒരു പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പ്രോപ്പർ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഹോൾട്ടർ നെക്ക് അല്ല, സ്ലീവ്ലെസ്സോട് കൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നെക്കാട്ടോ ഇതിന് വന്നിട്ടുള്ളത്. ഇവൻ വി നെക്കാണ് വന്നിട്ടുള്ളത്. ഫ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ ഈ കോഡ് സെറ്റിൻ്റെ കൂടെ അല്ലെങ്കിലും നമുക്ക് ഉടുപ്പായിട്ട് വെറുതെ ഇടാനായിട്ട് നല്ലതാട്ടോ. കാരണം സ്ലിറ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ഡ്രസ്സായിട്ട് വേണമെങ്കിൽ വെറുതെ ഇടാം. ഇവൻ നമുക്ക് കുറേ കയ്യിൽ സ്റ്റാക്ക് ചെയ്തിട്ട് കുറേ അക്സറീസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വുഡൻ ബാംഗിൾസിൻ്റെ കൂടെ ഭയങ്കര രസം ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് സ്റ്റൈൽ ചെയ്യാൻ പറ്റണ ഒരു ബട്ടർ യെല്ലോ ഷെയ്ഡുള്ള ഒരു നല്ലൊരു മെറ്റീരിയൽ ആയിട്ട്. പക്ക കോട്ടൺ അല്ല, മിക്സ് ആണ് ഇതും. അത് പക്ഷേ ഇത്തിരി കട്ടിയാണ് കേട്ടോ ഈ മെറ്റീരിയലിന്. ഭയങ്കര സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലും അല്ല.
എന്നാൽ തന്നെ കുറച്ച് സീത്രൂ ആണ്, ഭയങ്കര വിസിബിൾ അല്ല, പക്ഷെ രസമുള്ള നല്ലൊരു സമ്മർ ഫീൽ തരണ ഒരു കോഡ് സെറ്റ് ആയിട്ട് ഇത്. ഇത്രയായിരുന്നു കേട്ടോ നമ്മൾ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കോഡ് സെറ്റ്. നിങ്ങൾക്ക് ഏത് കോഡ് സെറ്റ് ഇഷ്ടപ്പെട്ടെന്ന് താഴത്ത് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്തൊരു ഹാർട്ട് ഇമോജും കൂടി തരണം. അതെ, പിന്നെ നിങ്ങൾക്ക് ഇത് പല ഒക്കേഷനും സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും, ക്യാഷ്വൽ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇവൻ ഹീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ആക്സറീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫാമിലി ഗ്യാതറിങ്ങിനൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇവൻ നിങ്ങൾക്ക് ലോഞ്ച് വെയർ ആയിട്ട് പോലും ഇടാം കേട്ടോ. കോഡ് സെറ്റ് നമുക്കില്ല, ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇവനൊരു പാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വേറെ ടോപ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ നല്ലൊരു ടോപ്പ് ആണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ജീൻസ്, ട്രൗസേഴ്സ് ഇതിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അവിടെ കോഡ് സെറ്റ് എപ്പോഴും നമ്മളൊരു നല്ലൊരു ബഡ്ജറ്റുള്ള കോഡ് സെറ്റ് ആണെങ്കിൽ കൂടി മേടിച്ച് അത് വേർത്താണ്. കാരണം പല സ്റ്റൈലിൽ നമുക്ക് കോഡ് സെറ്റ് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് കോഡ് സെറ്റ് സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടം എന്നൊക്കെ ഉള്ള താഴത്ത് അതും കൂടി കമൻറ്റ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.